ഓല് പോയോ? ഓടെ പോയി. ഓ, ഈ ചെക്കനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അലമാരി തുറന്നിട്ട് നോക്ക്. ഇതെന്താ ഡ്രസ്സൊക്കെ വെച്ചിട്ടേ? ഇതൊന്നും എടുക്കലില്ലല്ലോ. എടാ വേദു, ഇനി അലമാരി തുറന്നില്ലടാ. അലമാറിയോ? ഏത് അലമാറി? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഈ അലമാരി ആരാ തുറന്നത് പോലെ തോന്നുന്നേ. നീ ഒന്ന് ഇങ്ങോട്ട് ഞാൻ നോക്കട്ടെ. എടാ, അമ്മേന്റെ ഇവിടെ വെച്ച സീനും വളയൊക്കെ എവിടെ? അത് ഇവിടെ ഉണ്ടല്ലോ. എവിടെ? ഇങ്ങനെ നോക്കിയൊക്കെ ഇവിടെ എവിടെയും കാണുന്നില്ല. ഈശ്വരാ, നീ ഇതിന്റെ അകത്തന്നെയല്ലേ വെച്ചത്? പിന്നെ അമ്മ ബാഗിൽ തന്നെയല്ലേ വെക്കല്? നേരത്തെ വന്നോല് പറ്റിച്ചതാ. അതിനോട് ഞാൻ അപ്പളേ പറഞ്ഞതാ. എനിക്ക് എല്ലെങ്കിലും ഉള്ളതാ. ഓരോരുത്തർ പറയുന്ന അപ്പടെ അങ്ങ് വിശ്വസിക്കല്. ഇനി എത്ര കുലിക്കിട്ടും കാര്യമില്ലെങ്കിൽ എടുത്തോലെ എത്തുന്നതായിട്ട് എത്തിക്കുണ്ടാവും. ഞാൻ അതിൽ ഉടായ്പ പറഞ്ഞത് ഇനി കേട്ടില്ലല്ലോ. ഇന്നെ പഠിപ്പിക്കാൻ തന്നല്ലേ. അമ്മ വരുമ്പോ എന്താച്ചാ പറഞ്ഞോണ്ടി. ഈശ്വര, ഞാൻ എന്താ ചെയ്യാൻ? അമ്മ വരുമ്പോ ഞാൻ എന്താ പറയാ? ഒരു പറഞ്ഞ കഥ ഞാൻ വീട് പോയി. ഞാനിപ്പോ എന്താ ചെയ്യാ? അമ്മ വന്ന് ഞാൻ എന്തുത്തരാ പറയാ? അമ്മ എന്താ ആക്കത്തിൽ നടക്കുന്നത്? ഇവിടെ ഏതാ വണ്ടി വരുന്നുണ്ട്. എവിടെയപ്പോൾ കയറ്? ഇവിടെ കയറിയാലോ? നിങ്ങൾ എന്താ പറയുന്നത് അമ്മ? ആ വീട് അങ്ങ് താഴേക്കാ. അവിടെ നിന്ന് എന്തെങ്കിലും കോച്ച ഒന്ന് ഓടാൻ വേണമെങ്കിൽ കഴിയണ്ടേ? ഇത് ഇവിടെ എത്തണം, റോഡുമില്ല. എത്ര ഓടണോ? നിങ്ങൾ ഉണ്ടാവും. തിരുമ്പോൾ മുന്നോട്ട് നടന്നു നോക്കാം. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും. നല്ലൊരു വീട് ഇതാ തെമ്പത്തന്നെ. റോഡ് വക്കത്തന്നെ. നല്ല അടിപൊളി വീടില്ലേ? അത്യാവശ്യം വലിപ്പമുള്ള വീടാ. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കോച്ചാൻ പറ്റും. അമ്മ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കോരെ. അവിടെ ഉള്ള ആൾക്കാർക്ക് കണ്ണ് കാണൂലെന്ന് പറഞ്ഞു. കണ്ണ് കാണൂല അറിഞ്ഞാൽ കണ്ണ് നല്ല ഉണ്ട കണ്ണിങ്ങനെ കാണില്ല. അപ്പം കാണൂല അറിഞ്ഞാൽ ഒരു വിശ്വസിക്കൂല. എന്നാലും ഓമയെന്ന് അറിഞ്ഞാലോ? അത് വേണമെങ്കിൽ പറ്റും. ഇനി അതിന് അന്നേരം ഒന്ന് ചാടി വീണ് പറയായിരുന്നു. ഇല്ല, ഞാൻ മിണ്ടൂല. അതല്ല, ആദ്യം വെക്കില്ലേ ആ വീട്ടിൽ ആരുടെ എന്നപ്പോൾ അങ്ങനെയൊക്കെ കളിക്കണം. അത് ഞാൻ കളിച്ചോളൂ. അത് നിങ്ങൾ മിണ്ടല്ല. ഈ വീട്ടിൽ ആദ്യം ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അതിനനുസരിച്ച് അവരെ പറ്റിക്കാൻ പറ്റുള്ളൂ. അപ്പം അപ്പുറം ഇപ്പുറം നിന്നിട്ടൊന്ന് ആദ്യം നോക്കിയിട്ട് മാത്രം കയറിയാൽ മതി. അതിന് ചിലപ്പം പോരേൻ്റെ വലിപ്പം ഉണ്ടാവും. ഒന്നും ഉണ്ടാവൂല. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ആ ഗേറ്റിൻ്റെ അവിടെ അപ്പുറത്തൊക്കെ പോയി നോക്കട്ടെ കേട്ടോ. അവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന്. അമ്മ ഇവിടെ എവിടെയെങ്കിലും നിന്നോ. ഇനി ഓരോ മുന്നിൽ കാണുന്നോട് പോയി നിൽക്കണ്ട. ഞാൻ ഇവിടെ അവിടെ എവിടെ നിൽക്ക്. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ഇവിടെ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ ജനലിനുള്ളിൽ കൂടി നോക്കിയപ്പോഴേ 2 കുട്ടികളെ മാത്രമേ കണ്ടുള്ളൂ. ഏകദേശം ഒരു +1 +2 പഠിക്കാൻ തോന്നുന്നുണ്ട്. അത്ര വലിപ്പം എന്നെ കണ്ടിനോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ നല്ല ഉള്ളോട്ട് നോക്കിയതാ. ഒരു രണ്ടാളും എന്തോ TV തുറന്നു വെച്ച് കാണുക. അതുപോലെ എത്ര നേരം നായ കുറയ്ക്കുന്നത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. അപ്പം എന്തായാലും നായുണ്ടെന്ന് തോന്നുന്നു. 2 നായുണ്ട്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അമ്മ പറഞ്ഞ പോലെ ഓർക്ക് സിമ്പതി തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ പറയണം. അപ്പം അമ്മ പറഞ്ഞ ലൂമയാന്ന്. അപ്പം ഞാൻ അങ്ങനെ ഞാൻ സംസാരിക്കൂല നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ നമ്മളെ അച്ഛനെ ഒഴിവാക്കിയെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി അവർക്ക് സിമ്പതി തോന്നും. അപ്പം പിള്ളേർ അതിനെ കൊണ്ട് പറ്റിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിയെടുക്കാൻ പറ്റും. ഇങ്ങോട്ട് വാ. ബെല്ലടിക്കട്ടല്ലേ? പോലീസുകാരെ പോരെയൊന്നും അയക്കൂല. TV മുഴുകിയിരിക്കും തോന്നുന്നു. പിള്ളേർ ഉറങ്ങൊന്നുമല്ല. അമ്മ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഞാൻ കണ്ടതാ. TV-ൻ്റെ അകത്ത് മുഴുകിയിരിക്കുക. എന്തായാലും മണ്ടന്മാരാ. ഞാൻ പറ്റിക്കും. അകത്ത് മഴ പെയ്യുന്നു. എന്തോ ഒച്ച. മഴ പെയ്യല്ല. അവിടെ എന്തോ കുളമോ ആമാടെ എന്തോ ഉണ്ട്. അതാണ്. എന്തായാലും ഇവിടെ നിൽക്ക്. ഇപ്പം വരും. നീ ഒച്ച കേട്ടാൽ മതി. ഞാൻ മിണ്ടുന്നില്ല കേട്ടോ. നീ ഇതാരാണ് എനിക്ക് വെറുപ്പിക്കാനായിട്ട് ബെല്ലടിക്കുന്നത്? ആരേനു? മോനെ, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരിക. ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ളതാ. ഇതെൻ്റെ മോളാ. ഒക്കെ വർത്താനം പറയാനും കഴിയൂല, ചെവിയും കേൾക്കൂല. എനിക്കാണെങ്കിൽ എന്തൊക്കെയോ സൂക്കേടാ. ഒരു പണിക്കും പോയിക്കൂടാ. എന്തെങ്കിലും ഒരു ചെറിയ സഹായം നിങ്ങളെ കൊണ്ട് കഴിയും പോലെ പുണ്യം കിട്ടും മോനെ. മോനെ, ഓള് പറഞ്ഞേ കണ്ടോ? എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനാ.
അതാണ്. ഇവിടെ ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോളി. ഞാൻ വെച്ച് വേറെ ആരോ വന്നതാണ്. ആരാടാ അത്? എന്തോ ഉടായിപ്പാടി. ഞാൻ എന്തായാലും ഒന്ന് പോയോക്കട്ടെ. എന്തേ ചേച്ചിയെ? മോളെ, ഞങ്ങൾ കുറച്ച് ദൂരേന്ന് വരിക. ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ളതാ. മോനോട് പറഞ്ഞിട്ട് ഓനൊന്നും കേൾക്കാണ്ട് പോയി. ഇവക്കാണെ വർത്താനവും പറഞ്ഞൂടെ ചെവിയും കേൾക്കൂല. എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ. ചേച്ചി നിങ്ങൾക്കൊരു മോളേ ഉള്ളൂ, അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഒക്കെ എവിടെയാ? മോളെ, ഇവളൊരു മോളേ ഉള്ളൂ. ഞങ്ങൾക്ക് ഫാമിലിന്ന് പറയാൻ വേറെ ആരുമില്ല. ഇവൾക്ക് ഒരു 1.5 വയസ്സായപ്പോൾ ഇവളൊന്നും സംസാരിക്കൂലെന്ന് തോന്നിയാൽ ഇവളെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയത്. അതുകൊണ്ട് എന്തെങ്കിലും സഹായം മോളെ കൊണ്ട് കയ്യെന്നായി ചെയ്യണം. ഓ അങ്ങനെയാണോ ചേച്ചിയെ? എനിക്ക് വേറെ പണിയൊന്നുമില്ലടോ, വല്ല കള്ളക്കഥയും കേട്ട് കുത്തിരിക്കാൻ. ഞങ്ങളെ കള്ളക്കഥയൊന്നുമല്ല മോളെ. ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പറയോ? ചേച്ചിയെ നിങ്ങളിവിടെ കിട്ടും, ഞാനിപ്പോൾ വരാം. എടാ നീ ഇങ്ങോട്ട് വാ. എനിക്കെന്താ കണ്ണു ചോരല്ലേ? ഒരു പറയുന്നിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ കള്ളക്കഥയാന്ന്? മുളങ്ങി ഒരാൾ കേൾക്കുന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് അങ്ങ് വീണ് വിടുക. എടാ ഇനിയിപ്പം ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. എടാ മേലത്തെ റൂമിൽ തട്ടുമ്പലേ അമ്മ മീൻ വാങ്ങാനുള്ള 100 ഉറുപ്പ്യ വെച്ചിട്ടുണ്ട്. ഇനി അത് പോയി എടുത്തു വാ. ഓ ഞാൻ പോയി എടുത്ത് വരാം, പണ്ടാറെടുക്കാൻ. ചേച്ചിയെ ഒരു മിനിറ്റ് ഇപ്പം വരാം കേട്ടോ. എടീ പൈസ എടി വെച്ച് കാണുന്നില്ല. ഓ ചെക്കെന്നാലും. എടാ ഞാൻ വരുന്നേ. ചേച്ചി ഇവിടെ കിട്ടും, ഇപ്പം വരാം. അമ്മേ, ഊര് രണ്ടാളും മേലോട്ട് പോയി തോന്നുന്നു. മിണ്ടല്ല, ഇനി ഊമയെന്നല്ലേ പിള്ളേരോട് പറഞ്ഞത്. ഓ മറന്നുപോയി. അമ്മേ, നമുക്ക് മെല്ലെ ഒന്ന് അകത്ത് കയറി വെക്കാം. എന്തായാലും പൈസ എടുക്കാൻ സമയമാവും. വാ മെല്ലെ കയറി. അമ്മ അവിടെ എവിടെയെങ്കിലും നിന്നോ, എന്നിട്ട് എനിക്ക് സിഗ്നൽ തന്നാൽ മതി. ഞാൻ ഈ ഇവിടെ ഒരു റൂമുണ്ട്, അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കട്ടെ കേട്ടോ. അമ്മേ ഞാൻ ഉറക്കം കുരയ്ക്കും. അപ്പത്തേക്ക് ഞാൻ ഇറങ്ങിപ്പോറുണ്ട്. അമ്മ ഇവിടെ നിൽക്കട്ടോ. അമ്മേ അവിടെ നിന്നോട്ടോ, പോയി നോക്കി വരാം. വളമാരി താക്കോലൊക്കെ ഉണ്ടല്ലോ. തൊക്കാൻ പറ്റട്ടെ. ഓ എങ്ങനെ ഈശ്വര തൊക്കും. ഓ കുറേ ബാഗൊക്കെ ഉണ്ടല്ലോ. ഓ ഫുള്ള് മേക്കപ്പ് സാധനങ്ങളാണല്ലോ. അതിൻ്റെ ഒരു കുട്ടവും കാണുന്നില്ലേ. വളയും ചെയിനൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ സ്വർണം തന്നെയാണോ പിന്നെ? എന്താണെങ്കിലും വേണ്ടി. അമ്മേ 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 ഇതിട്ടിട്ട് അവിടെ പോയി നിൽക്കണം. എടാ എന്നെ പൈസ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായിരുന്നു, വേഗം വന്നൂട്. 1 മണിക്കൂറായിണ്ടാവും ഒരവിടെ കാത്തു നിൽക്കുന്നു. ഞാൻ കൊണ്ട കൊടുത്തോളൂ. തൽക്കാലം ഇതല്ലേ ചേച്ചി? ആയിക്കോട്ടെ മോളെ, നമുക്ക് പുണ്യം കിട്ടും. എന്തായിനടുത്ത് അമ്മ വേഗം കൂടെ പറഞ്ഞുതരാം. ഞാൻ അപ്പളേ പറഞ്ഞല്ല ആ വീട്ടിൽ കയറി എന്താ കിട്ടുന്നു. അമ്മ 5 പവൻ്റെ താലി എങ്ങാനാന്ന് തോന്നുന്നു. നോക്ക് ഞാൻ കാണിച്ചു തരാം. നോക്ക്. പിന്നെ സ്വർണ്ണം അല്ലാണ്ട് ഇത് നോക്കുതാ, വളയുണ്ട്, ചെയിനും ഉണ്ട്. നമുക്ക് ഒരു കൊല്ലത്തേക്ക് ഇനി പഠിക്കൊന്നും പോണ്ട. വാ വേഗം നടക്ക്, വേഗം നടക്ക്. അമ്മേ ആരെയും കാണുന്നതിന് വേഗം നടക്ക്. ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. വേഗം വാ, ഓട് ഓട് ഓട്. ഇതുപോലെ പട്ടാപ്പകൽ വീട്ടുകാരെ പറ്റിച്ച് വീട്ടിൽ കയറി പലതരം വിലപ്പെട്ട സാധനങ്ങൾ മോഷ്ടിക്കുന്ന വാർത്ത ഇന്ന് നാം ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ എങ്ങനെയാണ് വീണ്ടും വീണ്ടും പറ്റിക്കപ്പെട്ടു പോകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പലരും മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചുപറ്റി ഇല്ലാക്കഥ പറഞ്ഞ് വീട്ടിലെ ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുന്നു. അപ്പോൾ പലരും അറിയാതെ പറ്റിക്കപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ വീട്ടിൽ വരുന്നവരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നമ്മളെ വീഴ്ത്താൻ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ഇങ്ങനെയുള്ളവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സാധനം എടുക്കാൻ നമ്മൾ വീട്ടിനുള്ളിലേക്ക് പോകുമ്പോൾ ഡോർ അടച്ച് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രം പോകാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു രീതിയിലും ഇനി ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് മിനൂസ് ടോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.